അപ്പോൾ മച്ചാനെ പുതിയ വണ്ടിയൊക്കെ ഇറക്കി, എങ്ങനെയുണ്ട് സാധനം? എന്താണ് മൊത്തത്തിലൊരു പുതിയ വണ്ടി ആണ്? ടൊയോട്ടയുടെ ഹൈ റൈഡർ ആണ്, നിയോ ഡ്രൈവ്. കൊള്ള വണ്ടി, നമുക്ക് നല്ല ഡ്രൈവിംഗ് കംഫർട്ടാണ്. പിന്നെ ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന കാറിൽ നിന്നും മാറി നമ്മളൊരു SUV ഒരു സെഗ്മെന്റിലേക്ക് മാറിയപ്പോൾ അതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ട്. പിന്നെ ടൊയോട്ട എന്നുള്ള ബ്രാൻഡ്, അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വണ്ടി ഇതൊരു ഓട്ടോമാറ്റിക് ആണ്, ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഓട്ടോമാറ്റിക് വണ്ടി കേരളത്തിൽ ഉപയോഗിക്കുന്നത്. ഇതിനു മുമ്പെല്ലാം ഞാൻ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നത് പൊതുവെ ഈ ഗിയർ വണ്ടികളാണ്. പക്ഷെ എൻ്റെ ഫാമിലിയുടെ ഒരു ചോയ്സാണ് ഈ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക്. ഇതാകുമ്പോൾ എല്ലാവർക്കും ഓടിച്ചുകൊണ്ട് പോവാം ഈസി ആയിട്ടല്ലേ? അതെ, ഇതാവുമ്പോൾ ഇപ്പോൾ എൻ്റെ വൈഫ് ലൈസൻസിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ടാർഗറ്റ് ഈ വണ്ടി ഓടിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഫാമിലി ഇത് ചൂസ് ചെയ്തത്. ഇതിപ്പോൾ ഫുൾ ഓപ്ഷൻ അല്ലേ വരുന്ന ഈ മോഡല്? അതെ, ഇത് ടൊയോട്ട ഹൈ റൈഡറിന്റെ നിയോ ഡ്രൈവിൽ വരുന്ന ഫുൾ ഓപ്ഷൻ. അതല്ലേ? ഈ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇതിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഡ്യുവൽ ടോൺ വരുന്നുണ്ട്, കളറിൽ ഡ്യുവൽ ടോൺ കളർ വരുന്നുണ്ട്, പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്, പിന്നെ വരുന്നത് ഇത് ഫുൾ ഓട്ടോമാറ്റിക് ആണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിന്റെ ഫുൾ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ഇത് മൂന്നും കിട്ടും. പിന്നെ 360 ഡിഗ്രി ക്യാമറയും ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇതിന്റെ നിയോ ഡ്രൈവ് ഫുൾ ഓപ്ഷൻ. പിന്നെ നമുക്ക് ഇതിന്റെ ഹൈബ്രിഡ് വേരിയന്റ് ഉണ്ട്. ഹൈബ്രിഡിന്റെ ഫുൾ ഓപ്ഷൻ വേരിയന്റിലേക്കൊക്കെ പോകുമ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുള്ളൂ. പിന്നെ എൻജിൻ വ്യത്യാസവും അതിൻ്റെതായിട്ടുള്ള ഫംഗ്ഷണൽ വ്യത്യാസവും കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ട്. ഗൾഫിൽ മുന്നേ ഓടിച്ചിരുന്ന വണ്ടി ഏതായിരുന്നു? ഞാൻ ലാൻഡ് ക്രൂസർ പ്രാഡോ ആണ് ഞാൻ വിദേശത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ടൊയോട്ട ഇടയ്ക്ക് ഒരു ശല്യം ഉണ്ടോ ഈ സംഭവം? ഇത് ഇടയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ചില എന്റെ ഇടയിൽ കയറി വെടിപൊട്ടിക്കുന്ന ഒരു പരിപാടി ഈ സംഭവം ക്യാഷ് ചെയ്തിട്ട് തിരിച്ച് ഞാൻ പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് സത്യം പറയാൻ ഞാൻ നോക്കിയിട്ടില്ല. മേ ബി അതിനൊരു സ്റ്റോപ്പ് ബട്ടൺ ഉണ്ടായിരിക്കാം. അതെല്ലേ? ഇതിപ്പോ ഓൺ റോഡ് പ്രൈസ് ഇപ്പൊ എത്ര വന്ന് കറക്റ്റ്? ഇത് ആക്ച്വലി ഞാനിത് ഓൺ റോഡ് പ്രൈസ് ഇത് ഞാൻ 3 വർഷത്തെ ഇൻഷുറൻസ് അടക്കമാണ് ഞാൻ എടുത്തത്. അതായത് ഞാൻ 3 ഇയർ ഇൻഷുറൻസ് ടൊയോട്ട കമ്പനി കൊടുക്കുന്ന ആ ഒരു ഇൻഷുറൻസ് ഉണ്ട്, അതടക്കമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. എനിക്ക് പ്ലസ് ആക്സസറീസ് എല്ലാം ചേർത്ത് ഒരു 23 വന്നിട്ടുണ്ട്. അതെല്ലേ? മാനുവൽ ഓടിക്കാൻ ഇഷ്ടമുള്ള ആളെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ മാനുവൽ ഓടിക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് കൊടുത്ത് കയറിപ്പോ. അപ്പൊ ഇതാവുമ്പോ ഒരു ലാഗ് തോന്നിയിട്ടുണ്ടോ ഓട്ടോമാറ്റിക്കല് ഈ ഒരു മോഡലില്? മാനുവല് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഡ്രൈവിങ്ങിന്റെ ഒരു സുഖം കിട്ടുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ മാനുവൽ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഡ്രൈവിങ്ങിന്റെ ഫീല് നമുക്ക് കിട്ടാറുണ്ട്. ഞാൻ പൊതുവേ നമുക്ക് അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഓട്ടോമാറ്റിക് എടുത്ത് ഞാനത് വണ്ടി ഓടിച്ച് ഓൾമോസ്റ്റ് ഞാൻ ഈ വണ്ടി ഒരു 1300 കിലോമീറ്ററോളം ഓടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ റോഡിനും ഇപ്പോഴത്തെ നമ്മുടെ ഈ ട്രാഫിക്കിലൊക്കെ ഏറ്റവും നല്ലത് ഓട്ടോമാറ്റിക് ആണ്. എന്റെ ഫാമിലിയുടെ ചോയ്സ് ശരിക്കും ശരിയായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഞാനിത് ഓട്ടോമാറ്റിക് അല്ലായിരുന്നു എങ്കിൽ കുറച്ച് ഡ്രൈവിങ്ങിൽ ഞാൻ ബുദ്ധിമുട്ടിയാണ്. എന്താ കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ടോ? നമ്മൾ ഇതിനുള്ളൊരു കൂളിംഗ് കൊടുത്തിട്ട് ഞാനത് പറഞ്ഞുതരാം. അല്ലേ? ഇത്രയും വരെയാണ് നമുക്ക് പനോറമിക് സൺറൂഫ് ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പുറകിൽ നിന്ന് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സീറ്റിന് മുകളിലൊന്നും കയറി നിൽക്കണ്ട, അല്ലാതെ തന്നെ നോക്കാം. രണ്ട് പുറകിലിരിക്കുന്ന ആൾക്കാർക്കും ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നവർക്കും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ബാക്കിലിരിക്കുന്ന ആർക്കും മുകളിലത്തെ വ്യൂ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാം അല്ലേ? അത്യാവശ്യം നല്ല രീതിയിൽ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ അല്ലേ? സാധാരണ നമ്മളെ ഇതിനൊക്കെ കുറച്ച് കൂടുതൽ സൺറൂഫിനപ്പുറം പനോരമയ്ക്ക് വരുമ്പോൾ നല്ല രീതിയിൽ നമുക്കൊരു സ്പേസ് മുകളിൽ കിട്ടുന്നുണ്ട്. അല്ല, ഈ കൂളിംഗ് പിന്നെ ഒട്ടിച്ചതാ? ആക്ച്വലി അരുൺ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സൺറൂഫ് ഈ വണ്ടിയിൽ വരുമ്പോൾ, ഈ പനോറമിക് സൺറൂഫ് വരുമ്പോൾ ശരിക്കും ഇത് നമുക്ക് ഇതിൽ ചൂടെടുക്കും എന്ന് നമ്മൾ പറയാനുള്ളൊരു കാരണം, ഇതിന്റെ താഴെ സൺറൂഫിന് താഴെയായിട്ട് നമുക്ക് ചെറിയൊരു നെറ്റ് പോലെയുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്കിവിടെ. ടെക്നിക്കലായിട്ട് ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇവിടെ ഇത് ചെറിയൊരു നെറ്റ് പോലെയാണ് നമുക്ക്.
അപ്പോൾ ഇത് ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പനോറമിക് സൺറൂഫ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പുറകിലോട്ട് പോകുന്ന റോളായിട്ടാണ്. കാരണം വണ്ടിയുടെ ബാക്ക് സൈഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്പേസ് ഇത്രയും ഈ പനോറമിക് സൺറൂഫിന്റെ അത്രയും സ്പേസ് പുറകിൽ വരാത്തതുകൊണ്ട് തന്നെ ഈ ഒരു നെറ്റ് മേ ബി അവിടെ റോളായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അവർ മേ ബി ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ സൺറൂഫ് ഈ പുറമേ നിന്ന് ചൂട്, ഈ ഗ്ലാസ്സിൽ നിന്ന് വരുന്ന ചൂട് ഈ നെറ്റിൻ്റെ ഉള്ളിലൂടെ സ്വാഭാവികമായിട്ടും ചെറിയൊരു ചൂട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിവ്യൂ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമൻ്റ് ആണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് വണ്ടി എടുക്കുമ്പോഴേ. എനിക്കും അങ്ങനെ ഒരു ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഷോറൂമിൻ്റെ അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ ഒരു സജഷൻ പറഞ്ഞത് വണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെറിയൊരു ചൂട് മേ ബി ചിലർക്ക് ഫീൽ ചെയ്യും. നമുക്ക് പുറത്തുള്ള അതേ ചൂട് തന്നെ ഉള്ളിൽ വരും എന്നുള്ളതല്ല അതിനർത്ഥം. ഓൾറെഡി അതൊരു ടിൻഡർ ഗ്ലാസ് ആണ്. പിന്നെ നമുക്കത് അങ്ങനെ ഒരു വീണ്ടും ഒരു ചൂട് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് കൂളിംഗ് ഫിലിം ഒട്ടിക്കാം. അപ്പോൾ കുറേ ആളുകൾ പറയുന്നുണ്ട് ഇത്രയും വില കൊടുത്ത് നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ ഒരു കൂളിംഗ് ഫിലിം അവർ ഒട്ടിച്ചിട്ട് അത് പ്രോപ്പറായിട്ട് തന്നൂടെ എന്നുള്ളതൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മേ ബി ഈ വണ്ടിക്ക് തന്നെ ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കൂടുതൽ ഡിമാൻഡ് ചെയ്യാനായിട്ട് ഒന്നും ഇല്ല. കാരണം വണ്ടി നമ്മൾ ബുക്കിംഗ് ചെയ്ത് മേ ബി 3 മാസം 6 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് പല ആൾക്കാർക്കും വണ്ടി കിട്ടുന്നത് തന്നെ. അപ്പോൾ മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ വണ്ടിക്ക് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ പിന്നീട് അവർ കൂടുതൽ ഇതിലോട്ട് സ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുക്കുമ്പോൾ ഞാനിത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ചില കസ്റ്റമേഴ്സിന് അങ്ങനെ അവർ പറയാറുണ്ട്. അങ്ങനെ പറയുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അവർ കൊടുക്കുന്ന ഒരു സജഷൻ ഒരു കൂളിംഗ് ഫിലിം ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊരു പരീക്ഷണത്തിന് നിന്നില്ല. വണ്ടി ഡെലിവറി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ സൈഡിലെല്ലാം ഒരു അനുവദനീയമായ ഒരു കൂളിംഗ്, അതായത് ടൊയോട്ട ബ്രാൻഡ് അവർ കൊടുക്കുന്ന കമ്പനി ഷോറൂം കൊടുക്കുന്ന അതേ കൂളിംഗ് ഫിലിം ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ എല്ലാ ഗ്ലാസ്സിലും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ സെയിം കൂളിംഗ് ഫിലിം ഞാൻ പനോറമിക് സൺറൂഫിലും ഒട്ടിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ അത് ഒട്ടിച്ചതിന് ശേഷം എനിക്ക് ഒരു തരത്തിലുള്ള ചൂടും അനുഭവപ്പെട്ടിട്ടില്ല. നമുക്ക് സാധാരണ നമ്മളൊരു വണ്ടിയിൽ ചൂട് സമയത്ത് പോകുമ്പോൾ നമുക്ക് AC ഉപയോഗിക്കേണ്ടി വരും. ആ ചൂട് നമുക്ക് ഫീൽ ചെയ്യും. അത്രയും ചൂട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ ഫാമിലിയുടെ അടുത്തും ചോദിച്ചു. കാരണം അവർ മുമ്പും പല കാറുകളിലും അവർ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ പനോറമിക് സൺറൂഫ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കൂടുതലായിട്ട് ചൂട് എടുക്കണമെന്ന് വെച്ചാൽ അവർക്ക് ആർക്കും അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. മേ ബി അങ്ങനെ ഫീൽ ചെയ്ത ആൾക്കാരുണ്ടാവും. അവർക്ക് ഇത് ഒരു സൊല്യൂഷനാണ്. നമ്മൾ സൺറൂഫ് കൂളിംഗ് ഫിലിം ഒട്ടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ അത്യാവശ്യം വണ്ടിയുടെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ സംസാരിച്ച് നമ്മളെല്ലാറ്റിനെ പറ്റി എല്ലാ ഇഷ്യൂസിനെ പറ്റി സൺറൂഫിൻ്റെ ഇഷ്യൂ എല്ലാം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ഉള്ളിലത്തെ ഇരിക്കാനുള്ള കംഫർട്ടും കാര്യങ്ങളും എങ്ങനെയുണ്ട് എല്ലാം ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് പുറകിലെ സീറ്റിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇരുന്ന് കാണിച്ചു തരാം. കാരണം ഇതിൻ്റെ സ്പേസ് നമുക്കിപ്പോൾ ഞാൻ സാധാരണ ഒരു 5.8 ഹൈറ്റ് ഉള്ള ആളാണ്. എനിക്ക് ഹെഡ് സ്പേസ് ഉണ്ട്. അതുകൂടാതെ ഇത്രയും ഒരു ഫുഡ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ആൾക്ക് നന്നായിട്ട് സുഖമായിട്ട് റിലാക്സ് ചെയ്ത് നമുക്ക് ട്രാവൽ ചെയ്യാം. ഒരിക്കലും നമുക്ക് ഒരു ഇരുത്തത്തിനോ നമുക്ക് ആ യാത്രാ സുഖത്തിനൊന്നും ഒരു തടസ്സമാവുന്ന രീതിയിലല്ല. നല്ല ഗ്യാപ്പ് നമുക്കവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്കിവിടെ ഒരു കപ്പ് ഹോൾഡർ, ഒരു ഹാൻഡ് റെസ്റ്റ് നമുക്കിവിടെ രണ്ട് പേരാണ് പുറകിലിരിക്കുന്നുണ്ടെങ്കിൽ 2 പേർക്കും സുഖമായിട്ട് നമുക്കൊരു ഹാൻഡ് റെസ്റ്റും കൊടുത്ത് യാത്ര ചെയ്യാം. കപ്പ് ഹോൾഡറും ഇവിടെ നമുക്കുണ്ട്. ഇനി വേറൊരു കാര്യം നമുക്കിതിൽ പറയാനുള്ളത്, നമുക്ക് 2 ചാർജിങ് പോയിന്റുകളുണ്ട്. USB ടൈപ്പ് ചാർജിങ് പോയിന്റുകളാണ്. പിന്നെ മൊബൈൽ വെക്കാനായിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് മൊബൈൽ ഇവിടെ കീപ്പ് ചെയ്യാം. അതുകൂടാതെ AC വിൻഡ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കിതാ ഇങ്ങോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റീഡിംഗ് ലൈറ്റ് ഇവിടെ അവൈലബിൾ ആണ്. അത് 2 സൈഡിലും നമുക്ക് ആ ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് പുറകിൽ സീറ്റിൽ വരുന്ന സൗകര്യങ്ങളും ഇതിൻ്റെ ഒരു സ്പേസും കാര്യങ്ങളും. നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ഗിയർ, നമ്മൾ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഗിയറിൽ നമുക്കിപ്പോൾ ഏത് ഗിയർ മോഡിലാണെന്നുള്ളത് നമുക്കതിൽ സ്വാഭാവികമായിട്ടും എല്ലാ വണ്ടികളിലും കാണുന്ന പോലെ തന്നെ നമുക്കിതിപ്പോൾ പാർക്കിങ്ങിലാണ്. പാർക്കിംഗ് മോഡ് കാണിക്കും. നമ്മൾ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു 360 ഡിഗ്രി ക്യാമറയുടെ ഒരു വ്യൂ നമുക്കിതിൽ കിട്ടും. അപ്പോൾ ഇത് വളരെ ഒരു നല്ലൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് വണ്ടി
എവിടെ പോയി കഴിഞ്ഞാലും നമുക്കത് പാർക്ക് ചെയ്യാം. വണ്ടിക്ക് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ലാണ്ട് എല്ലാ തടസ്സങ്ങളും നമുക്ക് മനസ്സിലാക്കിയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇനി ഇതിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് തന്നെ നമുക്കിതിനെ മാനുവലായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇവിടെ എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. പി പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവിംഗ് കഴിഞ്ഞ് താഴെ വരുന്നത് എം. ഈ എമ്മിലിട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പാഡിൽ ഷിഫ്റ്റ് ഉണ്ട്. ഈ രണ്ടെണ്ണം വരുന്നത് നമുക്ക് പാഡിൽ ഷിഫ്റ്റ് കാണാം. ഈ പാഡിൽ ഷിഫ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ മാനുവലായിട്ട് ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്തിട്ടും നമുക്ക് ഈ വണ്ടി യൂസ് ചെയ്യാം. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇപ്പോൾ വരുന്ന കാറുകളിലൊക്കെ വരുന്ന ഫീച്ചേഴ്സാണ്. പക്ഷേ ഇതിലും അത് വരുന്നുണ്ട്. പിന്നെ ഒരുവിധം എല്ലാവിധ കൺട്രോളും നമുക്കിവിടെ കയ്യിലുണ്ട്. ഞാനെടുത്ത ഒരു കാറിൻ്റെ കളറ് ബ്ലാക്ക് ആൻഡ് റെഡ് ഡ്യുവൽ കോമ്പിനേഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറും നമുക്ക് ബ്ലാക്ക് കളറ്, ലെതറാണ് ഇതിൻ്റെ സീറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ആ ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് അടച്ച് നമുക്ക് ഈ ഹാൻഡ് റെസ്റ്റിനെ നമുക്ക് ഒന്നുകൂടി മുന്നോട്ട് തള്ളി കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് നമുക്കതിനെ നമുക്കൊന്ന് ഒരു റെസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് ആയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കുകയും ചെയ്യാം. അത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് സ്ലൈഡ് ചെയ്യാം. അതുകൂടാതെ നമുക്കിവിടെ വരുന്നത് 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് വണ്ടിയുടെ നമ്മൾ കീ ഉപയോഗിക്കുന്നില്ലല്ലോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കീ വെക്കാനായിട്ടുള്ള സ്റ്റോറേജ് ആണ് തോന്നുന്നു, അതവിടെ ഉണ്ട്. അത് കൂടാണ്ട് നമുക്കിവിടെ ഒരു ചാർജിങ് സ്പോട്ട് ഉണ്ട്. USB ചാർജർ ഉണ്ട്. ചാർജിങ് സ്പോട്ട് വേറെ ഉണ്ട്. വേറൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് വേറൊരു ഈ സൺഗ്ലാസസ് എല്ലാം കീപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ സാധാരണ നമുക്ക് വരുന്ന ഒരു ഡാഷ്ബോർഡ്. ഇത്രയൊക്കെ തന്നെ 2 സൈഡിലും 2 ഡോറിന് 2 സൈഡിലും നമുക്കൊരു കപ്പ് ഹോൾഡറും ഒരു ബോട്ടിൽ ഹോൾഡർ എല്ലാം ഉണ്ട്. ഇത്രയൊക്കെ തന്നെയാണ് നമുക്കിതിൻ്റെ ഫ്രണ്ടിലൊരു സ്റ്റോറേജ് സ്പേസും സൗകര്യങ്ങളും പറയുകയാണെങ്കിൽ ഇത്രയാണുള്ളൂ.